അടുത്തതായി ഈ വേദിയിൽ ഇനി വരാൻ പോകുന്നത് ഗുരുചിന്തയുമായിട്ട് ശ്രീമതി അനിത ശിവരാജൻ തന്നെയാണ്. നല്ലൊരു കൈയടിയോടുകൂടി നമ്മുടെ ഈ വേദിയിലേക്ക് ശ്രീമതി അനിത ശിവരാജൻ ക്ഷണിക്കുന്നു. നന്ദി ശ്രീ ജിഷ്ണു സുരേഷ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന ഗുരുചിന്തയാണ്. ഗുരുദേവപാദങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഈ മഹത് വചനങ്ങളെ എന്ന് ഉദ്ഘോഷിച്ച ശ്രീനാരായണ ഗുരുദേവൻ ഈ മഹത് വചനങ്ങളെ അന്വർത്ഥമാക്കും വണ്ണം ഈ ജഗത്തിന് പ്രകാശ സ്വരൂപമായ ഒരേ ഒരു ചൈതന്യമാകും. ആ ചൈതന്യത്തെയാണ് നാം ദൈവമേ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ഈശ്വര ചൈതന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഗുരു നമുക്ക് തന്ന അമൂല്യമായ നിധിയാണ് ദൈവദശകം. ഇന്ന് ഞാൻ ദൈവദശകത്തെ പറ്റി 2 വാക്കുകൾ പറയാം. ദൈവദശകം വെറും ഒരു കൃതി മാത്രമല്ല, അത് ഋഷിപ്രോക്തമായ ഒരു ഗീതവും അതിലുപരി ഈ പ്രപഞ്ചത്തിൻ്റെ മറുകര കണ്ട ഋഷീശ്വരൻ്റെ ഈശ്വര സങ്കല്പം നമുക്ക് നൽകിയ ദേവാമൃതം കൂടിയാണ്. അവനവനെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് ഈശ്വരനെ കടക്കുക. നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ കുറിച്ചാണ് ഗുരു നമ്മോട് പറഞ്ഞിട്ടുള്ളത്. സനാതന ധർമ്മത്തിൻ്റെ വേദാന്ത ഭാഷകളായ മായ, മായാവി, സൃഷ്ടി, സൃഷ്ടാവ് ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവായ ഏകദൈവത്തെക്കുറിച്ചാണ് ഗുരു നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജാതി മത ചിന്തകൾക്ക് അതീതമായി മനസ്സിനെ ഉയർത്താൻ സാധിക്കുന്ന ഏതൊരാൾക്കും ചൊല്ലാവുന്ന ഈശ്വര പ്രാർത്ഥനയാണ് ദൈവദശകം. ആശ്രമത്തിലെ അന്തേവാസികളായിരുന്ന കുരുന്ന കുട്ടികൾക്ക് വേണ്ടി, വിവിധ ജാതി മതത്തിൽപ്പെട്ട കുരുന്നുകൾക്ക് വേണ്ടി ഗുരു എഴുതിയ സർവമത പ്രാർത്ഥനാ ഗീതമാണ് ദൈവദശകം. അതിൽ ദൈവമേ എന്ന് തുടങ്ങി സുഖം എന്ന് അവസാനിക്കുന്ന 10 ശ്ലോകങ്ങളിൽ ആദ്യത്തെ 4 വരി ശ്ലോകം ഇങ്ങനെയാണ്: ദൈവമേ കാത്തുകൊള്ളുക കൈവിടാതിന്ന് ഞങ്ങളെ, നാവികൻ നീ ഭവാത്തിക്ക് ഒരാവിപൻ തോണി നിൻ പദം. അല്ലയോ ദൈവമേ, അങ്ങ് ഞങ്ങളെ കാത്തുകൊള്ളണം. എങ്ങനെ കാത്തുകൊള്ളണം? കൈവിടാതെ കാത്തുകൊള്ളണം. ഇനി അങ്ങ് ആരാണ്? അങ്ങ് നാവികനാണ്. ഒരു നാവികൻ എങ്ങനെയാണോ ഒരു കപ്പലിനെ മുന്നോട്ട് നയിക്കുന്നത്, അതുപോലെ ഈ സംസാര സാഗരത്തിൽ എങ്ങനെ മറുകര നീന്തി കടക്കണമെന്ന് അറിയാതെ ഉഴലുന്ന ഞങ്ങളെ അങ്ങ് കാത്തുകൊള്ളണം. ആവിവൻ തോണി നിൻ പദം. ആ ആവിക്കപ്പൽ അത് അങ്ങയുടെ പദമാണ്, അങ്ങയുടെ കാലടികളാണ്. ഞങ്ങളെ സുരക്ഷിതരായി മറുകര എത്തിക്കുക. മറുകര എത്തിക്കുക എന്നാൽ ഈശ്വരനിലേക്ക് കൂടുതൽ അടുക്കുക. പ്രിയമുള്ളവരെ, ലോകം മുഴുവൻ പ്രകാശം പരത്തുന്നതാണ് ഗുരുവിൻ്റെ ചിന്തകളും. അത് കടൽ പോലെ ആഴമുള്ളതുമാണ്. ഇന്ന് ഈ വേദിയിൽ നിന്നുകൊണ്ട് ഗുരുചിന്തയിൽ അഭിമാനപൂർവ്വം ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ഗുരുവിൻ്റെ ചിന്തകളും ദൈവദശകങ്ങളും വത്തിക്കാനിൽ മാർപ്പാപ്പയുടെ സാന്നിധ്യത്തിലും ആ വിശുദ്ധമായ വാക്കുകളിലൂടെയും ദൈവദശകം നമ്മൾക്ക് കേൾക്കാൻ കഴിയുന്നു. എല്ലാ മനുഷ്യരും ഒന്നാണെന്നും ഒരു കുടുംബമാണെന്നും എല്ലാവരും ഒന്നാണെന്നുമുള്ള സർവമത ഗുരുദേവൻ സംഘടിപ്പിച്ച സർവമത പ്രാർത്ഥനയുടെ ശതാബ്ദി ആഘോഷവേളയിൽ ഇന്ന് നാം അഭിമാനത്തോടെ അത് ഓർക്കേണ്ടതാണ്. ജാതിക്കും മതത്തിനും ഐക്യത്തിനും എതിരെ നിശബ്ദമായി പൊരുതി മനുഷ്യൻ്റെ ജാതി മനുഷ്യത്വമാണെന്നും പ്രധാന ദേവാലയങ്ങൾ വിദ്യാലയമാണെന്നും സത്യം, ധർമ്മം, നീതി എന്നീ പാതകളിലൂടെ സഞ്ചരിക്കുവാനും ഗുരു നമ്മെ ഉപദേശിച്ചു. അങ്ങനെയുള്ള അറിവും തിരിച്ചറിവും തന്ന ഗുരുവിൻ്റെ അത്യഗാധമായ ചിന്തയും ധ്യാനവും ഇന്നും ഇന്നലെയും നാളെയും മാത്രമല്ല കൽപ്പാന്തകാലത്തോളം നമുക്ക് വെളിച്ചമായി ചൈതന്യമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി ശ്രീമതി അനിത ശിവരാജൻ. പ്രകാശപൂരിതമായ നല്ല വാക്കുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു.